നമുക്ക് PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഏത് രീതിയിലായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുന്നേറിയത് അല്ലെങ്കിൽ പിന്നോട്ട് പോയത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ. നിലമ്പൂരിൽ 75,000 വോട്ടെങ്കിലും താൻ പിടിക്കുമെന്നാണ് PV അൻവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും അൻവർ നിലമ്പൂരിലെ സുൽത്താനായി കേരള നിയമസഭയിലെത്തും. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലമ്പൂരിൽ അൻവർ ആദ്യമായി വിജയിച്ച 2016 1,62,524 വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത്. അന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച PV അൻവറിന് ലഭിച്ചത് 77,858 വോട്ടുകളാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 47.91% വോട്ടുകൾ. ഓർക്കണം, ഇടത് സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴായിരുന്നു അൻവറിന് ഈ വോട്ട് ലഭിച്ചത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് 66,354 വോട്ടുകളാണ് ലഭിച്ചത്. ഇനി നമ്മൾ 2021 വന്നാൽ അന്നും വിജയിച്ചത് PV അൻവർ. അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ 81,227. അതായത് ആകെ പോൾ ചെയ്തതിന്റെ 47% വോട്ടുകൾ. എതിർ സ്ഥാനാർത്ഥി VV പ്രകാശിന് 78,527 വോട്ടുകളാണ് ലഭിച്ചത്. 2024 ലോക്സഭാ ഇലക്ഷനിലേക്ക് വന്നാൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് 99,325 വോട്ടുകളാണ്. LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് 42,962 വോട്ടുകൾ ലഭിച്ചു. ഇതാണ് നിലമ്പൂരിലെ കഴിഞ്ഞ 10 വർഷത്തെ വോട്ടിംഗ് നില. ഇടതു പിന്തുണയോടെ മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ തവണ കേരളം 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അൻവർ നിയമസഭയിലെത്തിയത്. ഇത്തവണ LDFന്റെയോ UDFന്റെയോ പിന്തുണയില്ലാതെ മത്സരിക്കുമ്പോൾ തനിക്കൊപ്പം മലയോര കർഷകരടക്കം വലിയ ജനവിഭാഗം കൂടെ നിൽക്കുമെന്നാണ് PV അൻവർ പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ അൻവർ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആകും PV അൻവർ. മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലായേക്കുമെന്നാണ് നിരീക്ഷകരടക്കം പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഇനി 13 ദിവസത്തിന്റെ കാത്തിരിപ്പ് മാത്രമാണ് നിലമ്പൂർ വിധിയെഴുത്തിലേക്ക് ഉള്ളത്. അപ്പോൾ ആ 13 ദിവസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം എന്തായിരിക്കും നിലമ്പൂരിന്റെ അവസ്ഥ? അൻവർ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് 75,000 വോട്ടെന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് ആ 13 ദിവസത്തിന് ശേഷം നമുക്കറിയാം.